സ്റ്റെപ്പ് നമ്പർ 5, എസെൻഷ്യൽ ആഡ് ഓൺസ് ആൻഡ് റൈഡേഴ്സ്. ഇൻഷുറൻസ് ടൈപ്പും കവറും ഫീച്ചേഴ്സും കമ്പനിയും എല്ലാം ഡിസൈഡ് ചെയ്ത് വാങ്ങാനുള്ള ഫൈനൽ സ്റ്റെപ്പിൽ എത്തുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഓപ്ഷനാണ് ആഡ് ഓൺസ് ആൻഡ് റൈഡേഴ്സ് എന്നത്. അതായത് കുറച്ചുകൂടി പ്രീമിയം കൊടുത്താൽ കൂടുതൽ പിന്നെയും ബോണസ് ഫീച്ചേഴ്സ് ആഡ് ഓൺ ചെയ്യാം. ഇൻഷുറൻസിന്റെ ലോകത്ത് ഇവരെ റൈഡേഴ്സ് അല്ലെങ്കിൽ ആഡ് ഓൺസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെയും മസ്റ്റ് ഹാവ്സ് ആൻഡ് ഗുഡ് ടു ഹാവ്സ് ഉണ്ട് എന്റെ കയ്യിലെ. ലെറ്റ് us എക്സ്പ്ലോർ. ആദ്യം നമുക്ക് മസ്റ്റ് ഹാവ്സിനെ പറ്റി സംസാരിക്കാം. ഏറ്റവും ആദ്യത്തെ മസ്റ്റ് ഹാവ് റൈഡർ എന്നുള്ളത് ടോപ്പ് അപ്പ് ആണ്. അതായത് നമ്മൾ ഓൾറെഡി ഒരു പ്രീമിയം കൊടുത്ത് ഒരു കവർ എടുത്തിട്ടുണ്ട്. ചെറിയൊരു പ്രീമിയം കൂടി കൊടുത്ത് വലിയൊരു എക്സ്ട്രാ കവർ കൂടി എടുക്കാൻ പറ്റിയാലോ, അതാണ് ടോപ്പ് അപ്പ് വഴി ചെയ്യാൻ പറ്റുന്നത്. ടോപ്പ് അപ്പ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണ്. ചിലപ്പോൾ നമ്മുടെ സെയിം ഇൻഷുറൻസ് കമ്പനി ആകാൻ തരുന്നത്, ചിലപ്പോൾ അങ്ങനെ ആകണമെന്നുമില്ല. മോസ്റ്റ്ലി ഇത് ചെറിയ പ്രീമിയം മാത്രമേ ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് കുറച്ചുകൂടി ഒരു ബോണസ് എക്സ്ട്രാ കവർ നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ മസ്റ്റ് ഹാവ്സിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ടോപ്പ് അപ്പ് ഇൻഷുറൻസ് ഒരു ആഡഡ് ലെയർ ഓഫ് പ്രൊട്ടക്ഷൻ ആണ്. നിങ്ങളുടെ ബേസ് ഇൻഷുറൻസ് പോളിസിയുടെ കവറേജ് തീരുന്നിടത്തെ ഇവൻ ആക്ടിവേറ്റ് പോലും ആവുകയുള്ളൂ. ലെറ്റ്സ് സേ നിങ്ങൾ ഒരു 10 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് എടുത്തു. അതിന് പ്രീമിയം 1000 രൂപയാണെന്ന് വിചാരിക്കുക. ഒരു 15 ലക്ഷത്തിന്റെ കൂടി ടോപ്പ് അപ്പ് എടുക്കാനുള്ള നിങ്ങൾക്ക് ഓഫർ കിട്ടുകയാണ്. അപ്പോൾ 15 ലക്ഷത്തിന്റെ കൂടെ എക്സ്ട്രാ കവറേജ് നിങ്ങൾക്ക് കിട്ടുകയാണ്. പക്ഷേ 1000 രൂപ പോലും അവിടെ പ്രീമിയം വരില്ല. മേ ബി ഒരു എക്സാമ്പിളിന് വേണ്ടി പറയുകയാണ്, മേ ബി ഒരു 500 രൂപയുടെ പ്രീമിയത്തിന് പോലും നിങ്ങൾക്ക് എക്സ്ട്രാ ഒരു 15 ലക്ഷത്തിന്റെ കവർ കിട്ടിയേക്കാം. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ 10 ലക്ഷം മതിയാവാതെ വരുമ്പോൾ, ആ 10 ലക്ഷം നിങ്ങളുടെ ഫസ്റ്റ് പോളിസി കൊടുത്തു കഴിയുമ്പോൾ, അത് മുഴുവനായി ഉപയോഗിച്ച് തീരുമ്പോൾ മാത്രമേ നിങ്ങളുടെ ഈ ബോണസ് കിക്കിനാകുള്ളൂ, അല്ലെങ്കിൽ ഈ ടോപ്പ് അപ്പ് കിക്കിനാകുള്ളൂ. അപ്പൊ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഈ ബോണസ് അല്ലെങ്കിൽ ടോപ്പ് അപ്പ് ഉപയോഗിക്കേണ്ട ഈ സിറ്റുവേഷന്റെ സാധ്യത ശരിക്കും കുറവാണല്ലോ. ആ സാധ്യത കുറവായത് കൊണ്ടാണ് നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ഇൻഷുറൻസ് ചെറിയ പ്രീമിയം കൊണ്ട് വാങ്ങാൻ പറ്റുന്നത്. എപ്പോഴും ഓർക്കുക, ഇവനൊരു ബോണസ് ഇൻഷുറൻസ് പോളിസിയാണ്. അതിൻ്റെതായ റൂൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഉണ്ടാകും. ശ്രദ്ധിച്ച് തന്നെ എടുക്കുക. നമ്പർ 2, പേഴ്സണൽ ആക്സിഡന്റ് റൈഡർ. അതായത് ഒരു ആക്സിഡന്റ് വന്ന് മരണപ്പെടുന്ന സാഹചര്യത്തിൽ ഒരു ലൈഫ് ഇൻഷുറൻസ് കവറേജ് കുടുംബത്തിന് നൽകും. അതായത് ഒരു വലിയ തുക ഒറ്റയടിക്ക് ലംസമായിട്ട് കുടുംബത്തിന് കൈമാറും. അതായത് കുടുംബത്തിന് തൽക്കാലത്തേക്ക് ഒരു ഫൈനാൻഷ്യൽ കൈത്താങ്ങ്, അതാണ് ഈ റൈഡർ. ഓൾറെഡി ലൈഫ് ഇൻഷുറൻസ് ഇല്ലാത്തവർ ഇതിലേക്ക് നോക്കുക. ഓൾറെഡി ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ ഈ റൈഡർ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ മസ്റ്റ് ഹാവ് ഫീച്ചേഴ്സ് മനസ്സിലായ സ്ഥിതിക്ക് ഇനി റൈഡേഴ്സിനിടയിലെ ഗുഡ് ടു ഹാവ്സ് നമുക്ക് മനസ്സിലാക്കാം. അതിൽ ഏറ്റവും ആദ്യത്തത് ഹോസ്പി ക്യാഷ് ആണ്. അതായത് നിങ്ങളൊരു ഡെയിലി വേജ് വർക്കർ ആണ് എങ്കിൽ, അതായത് ഫിക്സ്ഡ് സാലറിയും മെഡിക്കൽ ലീവ്സും ഇല്ലാത്ത തൊഴിലുകൾ ചെയ്യുന്നവരാണ് എങ്കിൽ, ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഓരോ ദിവസവും ഒരു ചെറിയ എക്സ്ട്രാ ക്യാഷ്, അത് ഒരു ക്യാഷ് എമൗണ്ട് ആയിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടും, ഒരു വരുമാനം പോലെ. ഇതൊന്ന് ചിന്തിച്ച് നോക്കി. ഇതൊരു നല്ല റൈഡർ ആണ് അല്ലേ? അതായത് നിങ്ങളുടെ ഡെയിലി ലൈഫ്, നിങ്ങളുടെ ഡെയിലി ഇൻകത്തിന്റെ പുറത്ത് ഡിപ്പെൻഡന്റ് ആണെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലൈസ് ആകുമ്പോൾ അത് നിന്ന് പോകുമല്ലോ. അപ്പൊ അതിന് അഗേൻസ്റ്റും നിങ്ങൾക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയാണ് ഈ റൈഡർ എടുക്കുകയാണെങ്കിൽ. നല്ല എമർജൻസി ഫണ്ട്സ് ഉള്ള, സ്ഥിരമായി സാലറി ഉള്ള, ലീവ്സ് ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ റൈഡർ നോക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ ഫീച്ചർ ക്രിട്ടിക്കൽ ഇൽനെസ് പേ ഔട്ട് ആണ്. അതായത് പോളിസിയിൽ എടുത്തു പറയുന്ന ചില വലിയ അസുഖങ്ങൾ വരികയാണെങ്കിൽ ഒരു ക്യാഷ് എമൗണ്ട് കയ്യിലേക്ക് കിട്ടും. ജീവിതവും ചിലവുകളും മുന്നിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഇത് അവർ ചെയ്യുന്നത്. നിങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് എങ്കിൽ അവിടെ ഈ ആഡ് ഓൺ ഓൾറെഡി എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെയും ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇതിന്റെ ലോജിക്കും ശരിയല്ലേ? അതായത് നിങ്ങളുടെ ജീവിതത്തിന്റെ ചിലവുകൾ നിങ്ങളുടെ ആക്റ്റീവ് ഇൻകത്തിന്റെ പുറത്ത് ഡിപ്പെൻഡന്റ് ആണ്. എന്നാൽ വലിയൊരു അസുഖം വന്നിട്ട് നിങ്ങൾക്ക് മാസങ്ങളോളം വർക്ക് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു വരുമാനം ആവശ്യമില്ലേ? അങ്ങനെ ചിന്തിക്കുന്നവർ തീർച്ചയായിട്ടും ഈ റൈഡർ കണക്കാക്കുക. അടുത്ത ഗുഡ് ടു ഹാവ് ഫീച്ചർ ഔട്ട് പേഷ്യന്റ് കവറേജ് ആണ്. അതായത് ഹോസ്പിറ്റൽ വിസിറ്റ്സിൽ നമ്മുടെ ഏറ്റവും സാധാരണ രീതിയിൽ ഏറ്റവും കൂടുതൽ വരുന്നത് എന്താണ്? OP വിസിറ്റ്സ് ആണ് അല്ലേ? നമ്മളൊരു ദിവസം പോകുന്നു, ഡോക്ടറെ കാണുന്നു, തിരിച്ചു വരുന്നു. ഇത് സാധാരണ കോമൺ ആയിട്ടുള്ള ഇൻഷുറൻസിൽ പെടലില്ല. അഡ്മിറ്റ് ആയാലോ അല്ലെങ്കിൽ സർജറി നടക്കുമ്പോഴോ ഹോസ്പിറ്റലിൽ താമസിച്ച് എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ഒക്കെ എടുക്കുമ്പോഴാണ് മോസ്റ്റ്ലി ഇൻഷുറൻസ് ആക്ടിവേറ്റ് ആകുള്ളൂ. അതാണ് കവറേജിൽ പെടലുള്ളത്. അപ്പോൾ OPയിൽ മാത്രമാണ് പോകുന്നതെങ്കിലും ഈ ഒരു റൈഡർ എടുക്കുകയാണെങ്കിൽ ആ OPയിൽ വരുന്ന എക്സ്പെൻസസും കവർ ആകും. ബേബീസിന് ഇത് തീർച്ചയായിട്ടും നല്ലതാണ്. റെഗുലർ ഹോസ്പിറ്റൽ വിസിറ്റ്സ് ഒക്കെ ബേബീസിന് അല്ലെ, കുട്ടികൾക്ക് കൂടുതൽ ഉണ്ടാകുമല്ലോ. പ്രായമുള്ളവരുള്ള പോളിസീസ് ആണെങ്കിൽ നോക്കിയെടുക്കുക, ഈ റൈഡറിന് പ്രീമിയം കൂടുതലാകാനുള്ള സാധ്യതയുണ്ട്. അടുത്ത ഗുഡ് ടു ഹാവ് ഫീച്ചർ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് ആണ്. അതായത് നിങ്ങൾ ഫാമിലി പ്ലാനിങ് ചെയ്യുന്നുണ്ട് എങ്കിൽ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ എക്സ്പെൻസസും കവർ ആകാൻ ഈ റൈഡർ എടുക്കണം. കാരണം ഒരു നോർമൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലെ പ്രഗ്നൻസി റിലേറ്റഡ് എക്സ്പെൻസസ് കവർ ആകില്ല. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട റൈഡർ പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവറേജ് ആണ്. അതായത് ഓൾറെഡി നിങ്ങൾക്ക് പണ്ട് മുതലേ ഉള്ള അസുഖങ്ങൾ ഉണ്ട് എങ്കിൽ, ഉദാഹരണത്തിന് ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റീസ്, ആസ്മ, ഇവരൊന്നും നോർമൽ പോളിസിയിൽ എടുത്ത ആദ്യ ദിവസമേ കവർ ആകില്ല. ഈ റൈഡർ എടുത്താൽ അതിനും കവറേജ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം.
ആദ്യത്തെ ദിവസം മുതൽ. ശ്രദ്ധിച്ച് ആവശ്യമെങ്കിൽ മാത്രം ഈ ഒരു റൈഡർ സെലക്ട് ചെയ്യുക. അപ്പോൾ അതുകൂടി ഡിസ്കസ് ചെയ്തതോടുകൂടി നമ്മുടെ 5 സ്റ്റെപ്പ് പ്രോസസ്സ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ നന്നായി ഫോളോ ചെയ്താൽ നിങ്ങളിൽ എല്ലാവർക്കും നല്ലൊരു ഇൻഷുറൻസ് സ്വന്തമായി കണ്ടെത്താം. സ്വന്തമായി കണ്ടെത്തിയില്ല എങ്കിലും ആരെങ്കിലും ഇൻഷുറൻസ് വിൽക്കാൻ ശ്രമിക്കുമ്പോൾ ഇൻഫോംഡ് ആയ ഡിസിഷൻസ് എടുക്കാം, പറ്റിക്കപ്പെടാതെ ഇരിക്കാം, അതിശക്തമായിട്ട് തന്നെ നല്ലൊരു ഇൻഷുറൻസ് വാങ്ങാം. ഇനി ഓൾറെഡി ഇൻഷുറൻസ് നിങ്ങൾക്ക് ഉണ്ട് എങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ഇൻഷുറൻസിനെ നന്നായി മനസ്സിലാക്കാനും അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്താനും നിങ്ങൾക്ക് പറ്റുമെന്ന് ഞാൻ ശക്തമായി തന്നെ വിശ്വസിക്കുന്നു. ഇനി ഇത്രയൊക്കെ പഠിച്ചുവെങ്കിലും ഒരു മേജർ പ്രാക്ടിക്കൽ റിയാലിറ്റിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു പ്രശ്നം ഞാൻ ഇപ്പോഴേ പറഞ്ഞു തരാം. നിങ്ങൾ ഇതൊക്കെ പഠിച്ച് കറക്റ്റ് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് ഒരു ഇൻഷുറൻസ് സെലക്ട് ചെയ്തു എന്ന് വിചാരിക്കുക. ഇൻഡിവിജ്വൽ പോളിസിയാണ്, 10 ലക്ഷത്തിന്റെ കവർ എമൗണ്ട് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, എല്ലാ നല്ല ഫീച്ചേഴ്സും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ നല്ല റൈഡേഴ്സും നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ ആണ്. എന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച റേഷ്യോസ് ഉപയോഗിച്ചുകൊണ്ട് നോക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ആയ ഇൻഷുറൻസ് കമ്പനിയുടെ സെയിം പോളിസി നോക്കുമ്പോൾ 1000 രൂപയാണ് പ്രീമിയം. ഓക്കെ ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നുള്ള പോളിസി നോക്കുമ്പോൾ 800 രൂപയാണ് പ്രീമിയം. സെയിം ഫീച്ചേഴ്സ് ആണെന്ന് മനസ്സിലാക്കുക. അത്ര നല്ലതല്ലാത്ത റേഷ്യോസ് കുറച്ച് മോശമായിട്ടുള്ള ഒരു ഇൻഷുറൻസ് കമ്പനിയെ നോക്കുമ്പോൾ അവിടെ 600 രൂപ മാത്രമേ പ്രീമിയം ഉള്ളൂ. ഇത് വളരെ കോമൺ ആയി സംഭവിക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ ശരിക്കും എന്താണ് ഇവിടെ സൊല്യൂഷൻ? എന്റെ അഭിപ്രായത്തിൽ കുറച്ച് എക്സ്ട്രാ എമൗണ്ട് ആകുമെങ്കിലും ദ ബെസ്റ്റ് വൺ തന്നെ എടുക്കുക. കാരണം നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താ? അൺഎക്സ്പെക്റ്റഡ് ആയി എന്തെങ്കിലും സംഭവിച്ചാൽ അതിൽ പെടരുത്, ശരിയല്ലേ? അത് ഉറപ്പുവരുത്തുന്ന പോളിസി അല്ലേ അപ്പോൾ നമ്മൾ എടുക്കേണ്ടത്. അവിടെ കുറച്ച് പൈസ ലാഭിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മോശമായ ഇൻഷുറൻസ് എടുത്തിട്ട് പിന്നെ വിഷമിക്കുന്നത്, പിന്നെ റിഗ്രറ്റ് ചെയ്യുന്നത് ശരിക്കും മണ്ടത്തരമല്ലേ? അപ്പോൾ ഇൻഷുറൻസ് വാങ്ങാൻ തീരുമാനിച്ചാൽ ഏറ്റവും നല്ലത് തന്നെ നോക്കി തന്നെ വാങ്ങുക. എവിടെയും ഒരു കോംപ്രമൈസും വരുത്താതിരിക്കുക. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസിനെ പറ്റി മുഴുവനായും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലാത്തവർ ഉടനെ തന്നെ വാങ്ങുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ തീരുന്നതിന് മുൻപേ കുറച്ച് കാര്യങ്ങൾ കൂടി പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കാനുണ്ട്.